ഹലോ ഗൈസ്, നമ്മുടെ ഗ്രീഷ്മയുടെ കേസിൽ കഷായം ഗ്രീഷ്മയുടെ കാര്യത്തിൻ്റെ അകത്ത് നമ്മുടെ കമാൽ പാഷ അദ്ദേഹം ചാനലിൽ കൊടുത്ത നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അദ്ദേഹം പറഞ്ഞേക്കുന്നത് വധശിക്ഷ അവളായതുകൊണ്ട് ജസ്റ്റിസ് ബി കമാൽ പാഷ. അദ്ദേഹം ഇന്നലെ പല ചാനലുകളുടെ അകത്ത് കയറി വർത്തമാനം പറയുന്നത് കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ കോടതി ആണ് വലിയ തെറ്റുകാരൻ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, ഇപ്പം ബഷീർ എന്ന് പറയുന്ന ഈ ഉത്തരവ് പുറപ്പെടുവിച്ച് ഇനി അദ്ദേഹത്തിനോടുള്ള എന്തെങ്കിലും ഈഗോയോ മറ്റുള്ള കാര്യങ്ങളോ ആണോ അത് എന്താണെന്ന് അറിയത്തില്ല. പല കമൻറ്റുകളും അങ്ങനെയും ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറയുന്നത് പെണ്ണായതുകൊണ്ടാണ് നീതി ദേവത ആ ഒരു രണ്ട് കണ്ണ് മൂടി തുല്യമായിട്ട് എല്ലാത്തിലും നീതി പങ്കുവയ്ക്കുമ്പോൾ അവിടെ ഈ ആ പെണ്ണായതുകൊണ്ട് ആണായതുകൊണ്ട് അപ്പോൾ കോടതികളെ സംശയിക്കുക എന്നുള്ള രീതിയിലേക്കല്ലേ ഈ കാര്യങ്ങൾ വന്നേക്കുന്നത്. ഇതിന് വധശിക്ഷയ്ക്ക് വിധിക്കാൻ തക്ക കേസില്ല എന്നാണ്. എന്താണ് അതിന് കാരണം സാർ? ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കേസുകളാണ് റയറസ്റ്റ് എമംഗ് റയറായിട്ട് വരുന്നതും ഡെത്ത് പെനാൽറ്റി കൊടുക്കാവുന്നതും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ആ പ്രതിഭാഗം വെർഷൻ എന്നൊക്കെ പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതായത് നമ്മുടെ ഈ പബ്ലിക് ഔട്ട്ക്രൈ സമൂഹത്തിന് എന്താ ആവശ്യമുണ്ടെന്നുള്ളതൊന്നുമല്ല ഒരു കൊലക്കേസിനകത്ത് ഒരാളെ ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സമൂഹത്തിന് അത് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും അല്ല അതിൻ്റെ ഉദ്ദേശം. ആ ഓരോ അദ്ദേഹം ഇവിടെ പറയുന്നു സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുകയോ അല്ലെങ്കിൽ സമൂഹം മൊത്തത്തിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടൊന്നും ആയിരിക്കരുത് ഈ ഡെത്ത് പെനാൽറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതേ അദ്ദേഹം തന്നെ പറയുന്നു ഇത് അവൾ ആയതുകൊണ്ടാണ്. അതായത് പ്രത്യേകിച്ച് മെസ്സേജും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അത് അവളായതുകൊണ്ട് ഒരു പെണ്ണായതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കാൻ എല്ലാവരും അല്ലെങ്കിൽ കോടതി പോലും അങ്ങനെ കൊടുത്തെന്നൊക്കെ പറയുമ്പോൾ പ്രോസിക്യൂഷൻ അതിനുവേണ്ടി നിന്ന് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ വാദഗതി കോടതികളെ സംശയത്തിന് മുൾമുനയിൽ നിർത്തുന്ന രീതിയിലല്ലേ. അതായത് ഒരു പുരുഷൻ ഒരു കോടതിയിലേക്ക് ഒരു കാര്യമായിട്ട് പോയി കഴിഞ്ഞാൽ അവൻ ശിക്ഷിക്കപ്പെടുകയും ഒരു സ്ത്രീയാണ് എങ്കിൽ അവൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പുള്ളി പോലും വിരൽ ചൂണ്ടുന്നത്. സമൂഹത്തിന്റെ അകത്തൊരു അരക്ഷിതാവസ്ഥയിൽ ഇത് കാരണം ഉണ്ടാവുക. പൊതുവിൽ അങ്ങനെയല്ലേ വരിക. എത്രയോ സ്ത്രീകൾ ഇവിടെ നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്ന പല കേസുകളിലും അതിനകത്ത് സ്ത്രീകളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഉയർത്തുന്ന സ്ത്രീകളല്ല, എല്ലാ സ്ത്രീകളും മോശമൊന്നുമില്ല. ഞാനും അമ്മയും സഹോദരിയും അതുപോലെ തന്നെ ഒക്കെ വീട്ടിൽ ഭാര്യയൊക്കെ ഉള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ ഒന്നല്ല. പക്ഷേ അങ്ങനെ എത്രയോ സ്ത്രീകൾ മുതലെടുപ്പ് നടത്തി, എത്രയോ സ്ത്രീകൾ അനാവശ്യമായിട്ട് ആണുങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നിയമത്തിൽ തന്നെ ദുരുപയോഗം ചെയ്തു. അങ്ങനെ നിൽക്കവേ ഭയങ്കരമായിട്ട് ഗവേഷണം നടത്തി ഷാരോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാരസെറ്റമോള് അതുപോലെ തന്നെ തുരിശി എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ കൊടുത്ത് അയാൾ ഇഞ്ചിഞ്ചായിട്ട് 10-14 ദിവസം അയാൾ ഹോസ്പിറ്റലിൽ കിടന്ന് തൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ അഴുകി അവിഞ്ഞും മരണപ്പെട്ട അവസാന നിമിഷം മാത്രമാണ് ബാവേ എന്ന് വിളിച്ച ആ വ്യക്തി അവസാനം എന്നെ അവൾ തന്ന വിഷം കുടിപ്പിച്ച് അവൾ തന്ന വിഷം ഞാൻ കുടിച്ചിട്ടാണ് ഞാനിങ്ങനെ ആയത് എന്ന് പറയുന്നത്. അത് ഒരു ഇന്ന് വരെ കേട്ട് കേൾവിയുള്ളൊരു കാര്യമാണോ? ആ പ്രണയത്തിലല്ലേ വിഷം ചേർത്ത് കൊടുത്തത്. ഒരുപാട് ആണുങ്ങൾ ഒരുപാട് സ്ത്രീകളെ വളരെ ബ്രൂട്ടലായിട്ട് പ്രണയത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞു. അവർക്കും വധശിക്ഷ കൊടുക്കണം. ഇവിടെ ആരാ വേണ്ടെന്ന് പറയുന്നത്? ഇവിടെ ആൺപെൺ വ്യത്യാസം വെച്ചിട്ടാണോ ആൾക്കാർ സമൂഹത്തിന്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്? ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ 38 വയസ്സ് കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ സുഖമായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞ സ്ത്രീ, ആ സ്ത്രീ തന്നെ ഒരു 23-24 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഗ്രീഷ്മയെക്കുറിച്ച് ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്ന ഇദ്ദേഹം അതേ പ്രായമുള്ള ഒരു പയ്യനെയാണ് കൊന്നതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? പർട്ടിക്കുലർ കേസിൻ്റെ ഫാക്ട്സും സർക്കംസ്റ്റാൻസും എടുക്കണം. CRPC-യിലെ ആ അമെൻമെൻറ്റ് അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിൽ സ്പെഷ്യൽ ഫാക്ട്സ് വേണം എന്നുള്ളതാണ്. ഡെത്ത് പെനാൽറ്റി കൊടുക്കണമെങ്കിൽ സ്പെഷ്യൽ ഫാക്ട്സ്. അപ്പോൾ ഇതിനകത്ത് എന്താ സ്പെഷ്യൽ ഫാക്ട്സ്? നമുക്ക് പറയാം ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ്, അതായത് നേരത്തെ ഉറപ്പിച്ച ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ 364 വകുപ്പ് അനുസരിച്ച് ശിക്ഷിച്ചു കാണുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കൊല്ലാനായിട്ട് അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകും. ആരെ അബ്ഡക്റ്റ് ചെയ്തെന്നുള്ളതും എനിക്കറിയാൻ വയ്യ. ഇതിനകത്ത് തട്ടിക്കൊണ്ടു പോകലെന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ 302-ന് ഏറ്റവും വലിയ രസം അദ്ദേഹം ഓക്കെ, നമുക്കൊക്കെ സാധാരണ ജനങ്ങളായിട്ട് നമുക്കൊക്കെ ഇമോഷൻസ് ഒക്കെ വരും. നമ്മൾ ഒരിക്കലും ഒരു വേർഡിക്റ്റ് ഒരു ഉത്തരവിനെ അല്ലെങ്കിൽ കോടതി വിധികൾ അല്ലെങ്കിൽ കോടതി ഒരു കാര്യത്തിന് കേൾക്കുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റയറിൽ ആയിരിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ആരും അതിനെ അങ്ങനെ കാണാനും പാടില്ല. നമുക്കെല്ലാവർക്കും ഇമോഷണൽ ഭയങ്കരമായിട്ട് കണക്ട് ആയി എന്ന് പറഞ്ഞിട്ട് കോടതി അങ്ങനെ വിധിക്കണമെന്ന് ഒരു ന്യായവുമില്ല. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് പോലും വളരെ ലളിത. അവിടെ ഒരു പയ്യൻ അവൻ പ്രണയത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടവനാണ്. അവനെക്കുറിച്ച് യാതൊരു കൺസേണും ഇല്ല. ആ കുട്ടിയെക്കുറിച്ച് വാദോരാതെ പറയുന്നത് അവളുടെ പ്രായം കുറവാണ്, അവൾക്ക് ജീവിക്കേണ്ടതാണ്, ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതാണ്. അവൻ അതുപോലെ ആയിരുന്നില്ലേ? ആ വീട്ടുകാർക്ക് അവൻ്റെ പ്രതീക്ഷയായിരുന്നില്ലേ? അവൻ്റെ എല്ലാ പ്രതീക്ഷകളും തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പ്രണയത്തിന്റെ ഇനി ബാക്കി കേൾക്കാം. സൗകര്യം കൊടുക്കാതെ ഡെത്ത് പെനാൽറ്റി കോടതി കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അത് പ്രേമമായിരുന്നു, പ്രേമം വഞ്ചിച്ചുള്ള കൊലപാതകം എന്നൊക്കെയാണ്. ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ വെർഷനോടൊന്നും നമ്മളത് കേൾക്കണ്ടേ. അത് ആ കോടതി തന്നെ ഹാജരാക്കിയേക്കുന്ന, പ്രോസിക്യൂഷൻ ഹാജരാക്കിയേക്കുന്ന ഒരു മജിസ്ട്രേറ്റിൻ്റെ നടപടിക്രമമുണ്ട്. അതായത് ഈ പെൺകുട്ടി കസ്റ്റഡിയിലിരിക്കുമ്പോൾ ലൈസോളോ എന്നങ്ങോട്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ്, അതെടുത്ത് കുടിച്ചു.
ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ച് വെപ്രാളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഇത് മരിച്ചു പോകുന്നുള്ള ഒരു ധാരണയിൽ ഇതിൻ്റെ മൊഴി എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ മജിസ്ട്രേറ്റിനടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്തത് പ്രോസിക്യൂഷൻ ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതി ആരാക്കി ഈ കേസിനകത്ത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇത് ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി, പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി, വളരെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്തു, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു, ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി. അവസാനം ഇതിന് ആദ്യം ഒരു തവണ അങ്ങ് പോയി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, പിന്നെ നിവർത്തിയില്ല, അതിന് വേറെ മാർഗ്ഗമില്ല. ആ രീതിയിൽ ഒരു ന്യായാധിപനായിരുന്നൊരു വ്യക്തി പറയുന്ന പറച്ചിലാണ്. അതായത് ഒരുത്തൻ പ്രണയിച്ചു, ആദ്യം ലൈസോളിൻ്റെ കാര്യം പറയുന്നു. ലൈസോൾ കുടിച്ച കുട്ടി അപക്വമായിട്ട് ബുദ്ധിയൊന്നുമില്ല, അതിന് പക്വതയില്ലാത്തൊരു കുട്ടിയാണെന്നാണ് പറയുന്നത്. ലൈസോൾ കുടിച്ചാൽ മരിക്കത്തില്ല എന്നും വയറിളക്കമേ ഉണ്ടാവും എന്നുള്ളത് ലൈസോൾ കുടിച്ചിട്ടുണ്ട് ആരാ മരിച്ചിട്ടുള്ളത്? ഇന്ന് ഈ ഭൂമുഖത്ത് ആരെങ്കിലും ലൈസോൾ കുടിച്ച് മരിച്ചിട്ടുണ്ടോ? ലൈസോൾ കുടിച്ചു കഴിഞ്ഞാൽ വയറ് കഴുകി ആ സംഭവങ്ങൾ കഴിയും, അതിനപ്പുറത്തേക്ക് ആ കുട്ടി മരിക്കത്തില്ല എന്നുള്ളതും തൻ്റെ ഒരു ആത്മഹത്യാ നാടകം മാത്രം കാണിച്ചു എന്നുള്ള കാര്യവും താനൊരു ഇങ്ങനെ ഒരു കാരണത്താൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം താൻ ഇരയാക്കപ്പെട്ടതാണ്, തൻ്റെ നിവർത്തിയോട് കൊന്നതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചൊരു ശ്രമമാണെന്നും അത്രയും കുബുദ്ധിയും മറ്റുള്ള കാര്യങ്ങളാണെന്നും അവളുടെ ഗൂഗിൾ ചാറ്റ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സ് എടുത്ത് നോക്കിയിട്ട് ആൾക്കാർ അതിൻ്റെ ഇത് പറയുന്നുണ്ട്. എത്രയോ തരത്തിലാണ് പുള്ളിക്കാരൻ നരകിച്ച് മരിക്കണമെന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തിയിട്ടുള്ള ഒരു പക്കാ ക്രിമിനലിനെ കുറിച്ചാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അവൻ പുറകെ നടന്നു, പ്രണയം നൈരാശ്യം കൊണ്ടിരുന്നിട്ട് പോകുന്നില്ല, അവനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോകുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം സാർ, ഈ വ്യക്തി അഥവാ ഈ പറഞ്ഞ ഗ്രീഷ്മ അവനെ കൊണ്ട് താലി വാങ്ങിപ്പിച്ച് കെട്ടിച്ചിട്ട്, അതായത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടില്ലെന്നേ ഉള്ളൂ, എന്നാൽ മനസ്സുകൊണ്ട് ഉടമ്പടിയിൽ ഒപ്പിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ദമ്പതികളാണ്. അതിനിടയ്ക്കാണ് ഒരു പട്ടാളക്കാരനെ കണ്ടപ്പോൾ അങ്ങോട്ട് മാറുകയും പിന്നെ ജാതി മതം മറ്റേ മനസ്സിൽ ചിന്തകൾ വരികയും ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഗൂഢാലോചന നടത്തുകയും അതിനുശേഷം ഇവനെ ലൈംഗികമായിട്ട് താല്പര്യത്തോടു കൂടി വിളിച്ചു വരുത്തുകയും അതിനുശേഷം അവൻ ഇത് കൊടുത്ത് അവനെ വിഷം കൊടുത്ത് കൊല്ലാതെ കൊല്ലുകയും ചെയ്തത്. ആ ചെറുക്കൻ അപ്പോഴും പറഞ്ഞു ഈ ഇതിനകത്ത് കഷായം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെ തരത്തിലാണ് അവനെ പ്രലോഭിപ്പിച്ചിട്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. എന്നിട്ടും അവൻ വിട്ടുകൊടുത്തോ? എന്നിട്ട് സാറ് പറയുന്നത് എന്താ, അവനാണെങ്കിൽ പുറകെ നടന്നു പോലെ. അപ്പോൾ സാർ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രണയം ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ ചീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി വിഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലെന്നാണോ സാറ് പറയുന്നത്? അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് മൊത്തം ഇനി അങ്ങനെ കാണാൻ സാധ്യതയുള്ളൂ. അതായത് പോലീസുണ്ട്, അല്ലെങ്കിൽ ഈ ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അത്രയും പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ ഒരു കേസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുക്കണം. അങ്ങനെയെങ്കിലും പിടിച്ചകത്ത് നടക്കുമല്ലോ. ഇപ്പോൾ എത്രയും വിഷയങ്ങൾ നടന്നു. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. ഫേക്ക് കേസുകൾ വരുന്നു, അവസാനം അത് തെളിയുന്നു. അപ്പം ഒരു പയ്യൻ ഇവിടെ മരണപ്പെട്ടതിന്, അവർ കൊല്ലപ്പെട്ടതിന് യാതൊരു തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല, അവരുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, സമൂഹത്തിൽ ആ ഒരു കാര്യത്തിന് ഉണ്ടാകുന്ന ഒരു പ്രതിഫലനത്തിനെ കുറിച്ച് സംസാരിക്കാതെ ഒരു പെണ്ണ് അവൾക്ക് ഇത്രയും പ്രായമേ ഉള്ളൂ, അവൾ അറിയാത്ത പ്രായത്തിൽ ചെയ്തു പോയൊരു കാര്യമാണ്, പക്വതയല്ല ചെയ്തു പോയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് ന്യായീകരിക്കുന്നു? മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും. ഇതിന് ഈ കുട്ടിക്ക് ഇയാളെ വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ. ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക്. അപ്പോൾ വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തോ നമ്മൾ വളർത്തുന്ന കുട്ടികൾക്കോ ഇതേ കാര്യം വന്നു കഴിഞ്ഞാൽ സാറതൊക്കെ തന്നെ ആയിരിക്കും പറയുക. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു കാര്യം ഇതുപോലെ സംഭവിച്ചാൽ മാത്രമല്ലാതെ മറ്റൊരുത്തൻ്റെ വിഷമങ്ങൾ വരുമ്പോൾ അത് ബെന്യാമിൻ പറഞ്ഞ കാര്യം നമ്മൾ അനുഭവിക്കാത്തത് മൊത്തം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. കാരണം നമ്മളത് അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ കുടുംബത്തിനും അയാൾക്ക് മാത്രമാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിക്കാൻ സാറിനെ പോലെയൊക്കെയുള്ള ഒരു 100 പേരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇവിടെ ആണോ പെണ്ണോ എന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർ ചിന്തിക്കുന്നതേ ഇല്ല. അവിടെ ആ പയ്യൻ അത്രയും പ്രണയത്തിലായി, ആ ഒരു പയ്യൻ ആ പ്രണയത്താൽ തന്നെ അയാളെ കൊലവിളിച്ചിട്ട് മറ്റൊരുത്തിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യം കാണിച്ചിട്ട് കൊല്ലാക്കൊല ചെയ്തത്, അതിനെ ന്യായീകരിക്കരുത്. അതൊന്നുമില്ലാതെ ഇതിനെ ഞങ്ങൾ കോർണർ ചെയ്തു, അവസാനം നിവർത്തിയില്ല, ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോലായി. എനിക്ക് കിട്ടാത്തത് ഈ പറഞ്ഞ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു, ആ പയ്യൻ എന്തൊക്കെയോ നൂഡ് ഫോട്ടോ, നേക്കഡ് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ മരണപ്പെട്ട അഥവാ കൊല്ലപ്പെട്ട ആ ചെറുക്കനെ ഇന്നും സമൂഹ മാധ്യമങ്ങളുടെ അടുത്ത് ചരിത്രമാക്കുകയാണ്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് അവളിത് ചെയ്തത്. അങ്ങനെ ഒരു കാര്യം, ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ് ഇപ്പോൾ മനഃപൂർവ്വമായിട്ടാണെങ്കിലും. ആ ഒരു കാര്യം ഇതുവരെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെളിയിക്കാനോ അങ്ങനെ സാധനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മൊബൈൽ ഫോണിലൂടെയോ അത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചൊരു കാര്യമോ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ പോലീസ് സംവിധാനത്തിനെ കുറിച്ച് അറിയാമല്ലോ. നടിയാക്രമിക്കപ്പെട്ട കേസിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും പ്രൂഫുകളും കൊണ്ടുവന്നവരാൻ നമുക്കറിയാം. അതുകൊണ്ട് കഴിവില്ലാത്തവരല്ല നമ്മുടെ നിയമ സംവിധാനവും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സംവിധാനവും. അപ്പം അവിടെ ഒന്നും കണ്ടെത്താത്തൊരു കാര്യം പറഞ്ഞു വെച്ച് അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ കാരണത്താലാണെന്നൊക്കെ പറയുന്നൊരു കാര്യത്തിന് അങ്ങ് ചുവട് പിടിച്ചുകൊണ്ട് ആ മരണപ്പെട്ട നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ആത്മാവിനെ പോലും ഇങ്ങനെ
സമൂഹത്തിന്റെ മുമ്പിലേക്ക് നീചമാക്കി ക്രൂരമായി കൊല്ലാക്കൊല ചെയ്യുന്നത്, മരിച്ചവനെ വീണ്ടും വിളിച്ചു വരുത്തി കൊല്ലുന്ന ഒരു പരിപാടി സീരിയസ്ലി അത് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല എന്നുള്ള വർത്തമാനമായി. അങ്ങനെ ഉണ്ടായപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു. അപ്പോൾ ഒരു കൺഫെഷനിലേക്ക് വന്നപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ ഇനി അധികം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് പറഞ്ഞാൽ മതി, നിങ്ങളിത് പറയുന്നത് ഒരു കുറ്റസമ്മത മൊഴിയായിട്ട് മാറും, അത് നിങ്ങൾക്കെതിരെ തെളിവായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുള്ള വാണിംഗ് അത് മജിസ്ട്രേറ്റ് കൊടുക്കണം, ഇങ്ങനെ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതങ്ങ് നിർത്തി, വേറെ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുടിക്കാനായിട്ട് കലക്കി വെച്ചിരുന്നതാണെന്നും ഇതെന്തോ കഷായം ചോദിച്ചാൽ ഇത് മരിക്കാൻ തന്നെ ആണെന്നാണ് അത് പറയുന്നത്. എനിക്കറിയില്ല അതിൻ്റെ പ്രശ്നം എത്ര എന്ത് ലാഘവത്തോടുകൂടിയാണ് പറയുന്നതും കൂടെ കേൾക്കണം. സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതെന്തോ എന്ന് ചോദിച്ചു, ഇത് കഷായം ഞാൻ കുടിക്കാൻ വെച്ചാന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു. ഇത് അന്തസ്സായിട്ട് ഒഴിച്ച് കൈ കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും, അത് കൺഫെഷനായിട്ടതുകൊണ്ട് യൂസ് ചെയ്യരുത്, ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിന് വാണിംഗ് കൊടുത്തപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. വാണിംഗ് കൊടുക്കുന്നതിന് മുമ്പാണ് ഇത് ഈ മൊഴി കൊടുത്തത്. അപ്പോൾ അത് ആ മജിസ്ട്രേറ്റിൻ്റെ ആ റെക്കോർഡ് ചെയ്തതിലുണ്ട്. അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട സാഹചര്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ. താങ്കൾ പറഞ്ഞ കാര്യം ഈ ശാരീരികമായിട്ട് മർദ്ദനം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ജഡ്ജി പക്ഷേ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതെല്ലാം കള്ളത്തരം പറഞ്ഞത് എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു മുൻപും വധശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന്, അതായത് ഇതിനു മുൻപ് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നത് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കരുത് എന്നതിന്റെ നിർവചനത്തിൽ പെടുന്നതാണല്ലോ. പക്ഷേ ഇതിനു മുൻപും വധശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണ്. ജഡ്ജ്മെന്റിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇതിനു മുൻപ് ജ്യൂസിൽ കലക്കി കൊടുത്തിരുന്നു ഇതേ രീതിയിൽ തന്നെ കൊല നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു സത്യമാണ്, ആ പയ്യനെ പാരസെറ്റമോൾ കുറെ അധികം കൊടുത്തിട്ട് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷം കഷായത്തിന്റെ അകത്ത് വിഷം കലർത്തിയാണ് രണ്ടാമത് കൊല്ലുന്നത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ബോൺ ക്രിമിനലിനെ കുറിച്ചാണ് ഇവിടെ നിന്ന് വലിയ വാദോരാതെ പറയുന്നത്. ചുവച്ച് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് കോടതി എത്തുകയാണ്. അതുപോലെ തന്നെ പ്രായത്തിന്റെ ആനുകൂല്യത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ഈ പ്രതിയെ മാത്രം കണ്ടാൽ പോരാ എന്നുള്ള നിരീക്ഷണമാണ് അവിടെ കോടതി നടത്തിയത്. ഇതെല്ലാമാണ് ഈ വധശിക്ഷയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നതിന് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വിധി പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതെ, അതാ ഞാൻ പറഞ്ഞേ, അത് 40 പാരസെറ്റമോൾ ഗുളിക എടുത്ത് കലക്കി. ഇതിന്റെ ഇമ്മച്വർ മൈൻഡ് ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം. ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത്. അത് 22 വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത്. ഈ 22 വയസ്സിലാണ് ഒരു പയ്യൻ മരണപ്പെട്ടത് സാർ. ഈ ഇമ്മച്യൂർ ആണെന്ന് പറഞ്ഞ് തള്ളുന്ന ഈ ഒരു കുട്ടി, അപ്പൊ പിന്നെ ജുവനൈൽ ഹോമിലൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ എന്തിനാണ് ജുവനൈൽ ഹോമിലിട്ടേക്കുന്നത്? അതൊക്കെ വെറും ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു പ്രായത്തിൽ ചെയ്തു പോയെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ? ഇവിടെ വധശിക്ഷ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും പകല് പോലെ അറിയാം. ഈ വധശിക്ഷ എന്നുള്ളൊരു പരിപാടി പ്രായോഗികമായിട്ട് നടക്കത്തില്ല. ഇനി മേൽക്കോടതികളുണ്ട്, ഒരുപാട് കോടതികളുണ്ട്. പല കാര്യങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ വധശിക്ഷയൊക്കെ നടത്തിയിട്ട് 10-32 വർഷമായി ഇന്ത്യയിൽ നടന്നിട്ട്. അപ്പോൾ അങ്ങനെ നടക്കാനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ റെയറാണ്. അത് നടക്കാൻ സാധ്യത ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. അതിനുശേഷവും മറ്റു പല കോടതികളിലേക്ക് പോയി ഇവർ ഇതിന്ന് പോകും. പക്ഷേ ഈ പറയുന്ന ജസ്റ്റിസ് കെമാൽ പാഷ എന്നുള്ള ഇതേ ന്യൂസിൽ തന്നെയാണ് തോന്നുന്നു, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇവിടെ ന്യായാധിപനായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിധിച്ചൊരു വ്യക്തി കൂടാണ് അദ്ദേഹം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം വിധിച്ചതും ഇദ്ദേഹം പെണ്ണാണ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പോയ കുറ്റവാളികളായിട്ടുള്ള ആണുങ്ങൾ തെറ്റുകാർ തന്നെയാണ്. അപ്പൊ അവരൊക്കെ വിധി വധശിക്ഷയാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ ആണ് പെണ്ണെന്നുള്ള ഒരു ഭേദം വെച്ചിട്ട് അദ്ദേഹം തന്നെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അദ്ദേഹം തന്നെ ഒന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറയുമ്പോൾ അദ്ദേഹം ആ നീതിപീഠത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ആയിരുന്നോ ചിലപ്പോൾ നീതി നടപ്പിലാക്കിയിട്ടുണ്ടാവുക? അതോ ആൺ പെൺ വേർതിരിവ് വെച്ചിട്ടാണോ നടപ്പിലാക്കിയിട്ടുണ്ടാവുക? നമുക്ക് ഈക്വാലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന സാധനത്തിൻ്റെ അകത്ത് ഈ അപകടപരമായിട്ടുള്ള ക്രിമിനലുകളുടെ കാര്യത്തിനകത്ത് വരുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇതര ജെൻഡറുകളായിക്കോട്ടെ ആരാണെങ്കിലും ക്രൂരത കാണിച്ചിട്ടുണ്ടോ മർഡർ നടത്തിയിട്ടുണ്ടോ അതിന് ഏറ്റവും പരമാവധി ശിക്ഷ അത് കിട്ടണം. അത് എന്ത് തന്നെ ആണെങ്കിലും അതാണ് ചിന്തിക്കുന്നത് ജനങ്ങൾ. അത് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സംഭവം കൂടെ ആവണം. അപ്പോൾ ഇവിടെ ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ? ഈ ഒരു പ്രായത്തിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവരെ കൊന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പമൊന്നുമില്ല, കുറച്ചു കാലം അകത്ത് കിടക്കുക, പിന്നെ പുറത്തു വരിക, സുഖമായിട്ട് ജീവിക്കുക. ആ ഒരു മെസ്സേജ് അല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? അതുപോലെ തന്നെ ഒരു ആണെന്നുള്ള രീതിയിൽ വർത്തമാനവും വരിക ആണായതുകൊണ്ട്. അപ്പൊ ആ കൊല്ലപ്പെട്ട് തലയ്ക്ക് മീതെ നിൽക്കുന്ന ആ വ്യക്തിക്ക് യാതൊരു വിലയുമില്ല, ഒരു വാല്യൂ ഇല്ല. ഇത് എന്തൊരു കഷ്ടമാണ്. നമ്മുടെ ജുഡീഷ്യറി എന്നുള്ളൊരു കാര്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ മഹത്വവൽക്കരിച്ച് കണ്ട ഈ തൂക്കുകയറെന്നുള്ള സാധനം നടക്കില്ലെങ്കിൽ പോലും താൽക്കാലികമായിട്ടാണെങ്കിൽ ജനങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ആശ്വാസമാണ്. ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി ആ ഒരു മനസ്സിനകത്ത് മനസ്സിലാക്കണം താൻ ചെയ്ത ക്രൂരത എത്രമാത്രമാണെന്നുള്ളത്. അതിന് പകരം അതിനങ്ങ് ന്യായീകരിക്കുക. 22 വയസ്സായ ഒരു കുട്ടിക്ക് രോഗപരിചയമൊന്നുമില്ല, പഠിക്കാൻ വിളിക്കുകയാണ്. അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 90% മാർക്കോടുകൂടി PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ MA പാസ്സായ കുട്ടിയാണ്. അപ്പം അതേ അറിയാവുള്ളൂ. അതിന് നമ്മുടെ കേഡൽ വിൻസെന്റ് രാജോ അങ്ങനെ എന്തോ ആണ് നമ്മുടെ നന്തങ്കോട് ആ ഒരു നന്തങ്കോട് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ആ ഒരു ഡോക്ടേഴ്സിൻ്റെ മകൻ. അവന് നല്ല മാർക്കുള്ള വളരെയധികം നല്ല രീതിയിൽ പഠിക്കുന്നൊരു പയ്യൻ തന്നെയായിരുന്നു.
ഇതുപോലെ പല ലോകത്ത് കണ്ട പല സൈക്കോപാത്തുകളും വളരെ വലിയ മാർക്കുകളൊക്കെ വാങ്ങിയിട്ടുള്ള സ്നൈപ്പർ ഉപയോഗിച്ചിട്ട് കൊന്ന പയ്യനൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് പേര് വളരെയധികം പഠിക്കുന്നവരായിരുന്നു സാർ. 1ാം റാങ്ക് വരെ കരസ്ഥമാക്കിയിട്ടുള്ള ആൾക്കാർ വളരെ വലിയ ബോൺ ക്രിമിനലുകളായിരുന്നു, സൈക്കോപാത്തുകളായിരുന്നു. ഇതുപോലെ കൊലപാതകം ചെയ്തത് സീരിയൽ കില്ലേഴ്സായിട്ട് മാറിയ പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് സാർ. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇദ്ദേഹം പറയുകയാണ് 90% മാർക്ക് വാങ്ങിച്ച കുട്ടിയാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു, നല്ല മിടുക്കി കുട്ടിയായിരുന്നു. പണ്ടും ഈ കുട്ടിയുടെ അറസ്റ്റ് നടന്ന സമയത്തും പണ്ട് പറഞ്ഞായിരുന്നു ഷീസ് എന്താണ് ഇന്റലിജന്റ്, സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞു, ബ്രേവ് ആണെന്നൊക്കെ, നല്ല കുട്ടിയാണെന്നൊക്കെ. വരികയെന്നുള്ളതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരുത്തന് വിഷം ഒഴിച്ചു കൊടുക്കുമോ? കാരണം ഇത് മൈൻഡ് അങ്ങനെയാണ് സാർ, അതുകൂടി കാണേണ്ടതില്ല. ആ മൈൻഡ് അങ്ങനെയാണ്, ഒരു കൊലപാതകം നടത്തുന്നതിന് മടിയില്ല. അതാണ് കോടതി അടുത്തതായി നിരീക്ഷിച്ചിട്ടുള്ളത്, അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇദ്ദേഹത്തിന് ഇപ്പം ഈ ഓർഡർ കൊടുത്തിട്ടുള്ള ബഷീർ എന്ന് പറയുന്ന ആ ഒരു ജസ്റ്റിസിനോടുള്ള എന്തോ ഒരു വൈരാഗ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഉത്തരവിനെതിരെയാണ് ഈ പറയുന്നത് മൊത്തം. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ, അല്ലെ ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ വധശിക്ഷ വിധിച്ചതെന്നാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിരുന്ന പബ്ലിക്കിൽ അദ്ദേഹം പറയുന്ന ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അങ്ങനെ ഇരിക്കവേ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആൾക്കാർ മിക്കവാറും ആണുങ്ങളായിരിക്കും, മേ ബി, അറിയത്തില്ല. എന്ത് തന്നെ ആയിരുന്നാലും കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ് ഷാരോൺ. ആ കുടുംബത്തിന് വേണ്ടത് നീതിയാണ്. അതുപോലെ സമൂഹത്തിൻ്റെ അകത്ത് ആണുങ്ങളാൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളായാലും സ്ത്രീകളാൽ കൊല്ലപ്പെടുന്നത് ആണുങ്ങളായാലും ആരുമായിക്കോട്ടെ, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ആരായിക്കോട്ടെ, അവിടെ ജെൻഡർ അല്ലല്ലോ വേണ്ടത്, അവിടെ വേണ്ട നീതിയല്ലേ. സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ദിശാബോധം, മോശമായ ദിശാബോധം, പ്രണയം എന്നുള്ളൊരു കാര്യം, സ്നേഹം എന്നുള്ളൊരു കാര്യം വളരെയധികം മഹത്വപരമായിട്ട് കാണുന്ന ആ ഒരു കാര്യത്തിനകത്ത് വിഷം നിറച്ച് കൊടുത്തുകൊണ്ട് കൊല്ലുന്നതാണെങ്കിൽ ഈ സമൂഹത്തിൻ്റെ അകത്ത് എവിടെ കാരുണ്യം ഉണ്ടാവുക, എവിടെയാണ് സ്നേഹം ഉണ്ടാവുക, എവിടെയാണ് പ്രണയം ഉണ്ടാവുക? എല്ലാ പ്രണയങ്ങളും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അവർ അരക്ഷിതാവസ്ഥയിലേക്ക് ജെൻഡറിന്റെ കാര്യവും പറഞ്ഞ് അവളായതുകൊണ്ടെന്നുള്ള രീതിയിലേക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ അകത്ത് കൊല്ലപ്പെട്ട നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ആ ഒരു ആത്മാവിനെ വീണ്ടും വിളിച്ചു വരുത്തി അനാവശ്യമായിട്ട് അയാളെ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിതനാക്കി നിർത്തുന്ന ലജ്ജാകരമായ കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഒരു തൂക്കുകയറ് ആ ഗ്രീഷ്മയ്ക്ക് അല്ലെങ്കിൽ ആ കഷായക്കാരി കിട്ടത്തില്ലായിരിക്കും. പക്ഷേ ഈ ഒരു വിധി ശരിക്കും അടയാളപ്പെടുത്തുന്നത് ചരിത്രത്തിൽ തന്നെയായിരിക്കും. ഇനിയെങ്കിലും സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു തെറ്റായ മെസ്സേജ് ഇങ്ങനെ വരരുത്. അല്ലാതെ പഠിത്തം ഉണ്ടായിരുന്നു, 1ാം റാങ്കുകാരിയായിരുന്നു എന്നുള്ളൊരു കാരണം, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതൊന്നും ഇതൊരു കാരണമേ അല്ല. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ആണ്. ബൈ.